പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പത്രമാറ്റിൽ ഇപ്പോൾ ദേവയാനിയും നയനയും വലിയൊരു ആപത്തിൽ നിന്നും തരണം ചെയ്ത് തിരിച്ച് ജീവിതത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ദേവയാനിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നയന വലിയൊരു ത്യാഗം തന്നെയാണ് ചെയ്തത്. പക്ഷെ ആ ഒരു നന്മ തിരിച്ചറിയാനായിട്ട് ദേവയാനിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഇനി നയന ചെയ്ത ആ ഒരു ത്യാഗം, നയന ചെയ്ത നന്മ എല്ലാവരും തിരിച്ചറിയുമോ അതോ ഇല്ലയോ, ഇനി എന്തൊക്കെയായിരിക്കും നയനയും ആദർശം നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളെടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അവർ രണ്ടുപേരും വന്ന് ചെന്നപ്പെട്ടിരിക്കുന്നത്. ദേവയാനിക്കാണെന്നുണ്ടെങ്കിൽ തനിക്ക് കരൾ തന്ന ആളെ കാണണം എന്നുള്ള ആഗ്രഹം ദേവയാനി ആദർശനോട് പറഞ്ഞു. പക്ഷെ ആദർശനാണെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചാൽ മാത്രമേ ദേവയാനിയുടെ മുന്നിൽ കൊണ്ട് നിർത്താൻ പറ്റത്തുള്ളൂ. നയനയാണ് അങ്ങനെ ഒരു ത്യാഗം ചെയ്തത് എന്ന് ഒരിക്കലും ദേവയാനിയോട് തുറന്നു പറയാനും പറ്റാത്ത ഒരവസ്ഥയാണ്. ഈ സമയത്ത് അനാമയുടെ അമ്മയും അച്ഛനും ഒക്കെ കൂടി ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയ സമയത്താണ് അവിടെ അബിയെ കാണുന്നത്. അപ്പോൾ അബി ഇവരെ കണ്ടപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി. തിരിച്ച് അബിയോട് അവരൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അബി പറയുന്നുണ്ട്, ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് അവർ തയ്യാറായില്ല. അവർക്കറിയാം ഇത് നമ്മുടെ അബിയുടെ ഒരു സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് എന്നുള്ള ഒരു സംശയം അവർക്കുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അവർ പറയുന്നുണ്ട്. വേണു പറയുവാണ്, ഇനിയിപ്പോൾ കാമുകിയാണെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, കാരണം യാതൊരു അവകാശമില്ലാതെ ഒരു അർഹതയും ഇല്ലാതെ കയറി വന്ന പെൺകുട്ടിയാണ് അബിയുടെ ഭാര്യ. അതുകൊണ്ട് തന്നെ അവളെ പുറത്താക്കുന്ന എല്ലാ അവസരങ്ങളും അബി പാഴാക്കാതെ ഉപയോഗിക്കണം എന്നൊക്കെ വേണു പറയുന്നുണ്ട്. അങ്ങനെ ആ സംസാരങ്ങൾക്ക് ശേഷം അബിയോട് നിങ്ങൾ ഫുഡ് ഇരുന്ന് കഴിക്കും, ഞങ്ങൾ മാറിയിരിക്കാം എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയി. പക്ഷെ വേണുവിൻ്റെയും ദേവതിയുടെയും അനാമികയുടെയൊക്കെ മനസ്സിൽ എന്തായാലും ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അബിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമുക്കെതിരെ അവരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം വെച്ച് നമുക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാമല്ലോ എന്നാണ് അവരുടെയൊക്കെ മനസ്സിലിരിപ്പ്. ഈ സമയത്ത് നയന വലിയൊരു ആപത്തിൽ നിന്നും തരണം ചെയ്താണ് തിരിച്ച് ജീവിതത്തിലോട്ട് എത്തിയത്. എന്തൊക്കെ പറഞ്ഞാലും കരള് ദാനം നൽകുന്നതിന് മുന്നേ തന്നെ നയനയ്ക്ക് ചില അസ്വസ്ഥതകളും ചില ശരീര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു നല്ല ക്ഷീണമുണ്ട്, നയനയ്ക്ക് നല്ല ക്ഷീണമുണ്ടെന്ന്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ തന്നെയാണ് നയന ഇങ്ങനെ ഒരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇനി അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എന്തായാലും ഈ ഒരു കരള് കൊടുത്തതിന് ശേഷം നയനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ കനയോട് നയന സംസാരിക്കുന്നുണ്ട്. എന്തായാലും അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിയരുത്, അച്ഛന് നല്ല സംശയമുണ്ട് അമ്മ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോവാം, ആദർശേട്ടൻ വന്നാൽ ഉടനെ തന്നെ വെക്കോ, ഇനിയിപ്പോൾ രാത്രി നിന്നിട്ട് അച്ഛനെ കുറച്ചുകൂടി സംശയത്തിന് ഇടയാക്കണ്ട എന്നൊക്കെ നയന പറഞ്ഞു. പിന്നാലെ ആദർശ് വന്നു. പിന്നെ കനകയെ ആദർശ് പറഞ്ഞയക്കുന്നുണ്ട്, അമ്മ എന്തായാലും പോയിട്ട് വാ, നാളെ വന്നാലും മതി, ഇവിടെ ഇപ്പം ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകയെ പറഞ്ഞയച്ചു. അങ്ങനെ നയനോട് സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആദർശ് പറയുവാണ്, നിന്റെ അടിമയാണ് ഞാൻ, നീ അത്രത്തോളം വലിയൊരു ത്യാഗം തന്നെയാണ് നീ ചെയ്തത്, അതുകൊണ്ട് നിന്റെ അടിമയായിരിക്കും ഞാൻ എന്നൊക്കെ ആദർശ് പറയുകയും, എന്നാൽ എൻ്റെ അടിമ ആരും ആകണ്ട, എനിക്കൊപ്പം നിന്നാൽ മതി എന്നൊക്കെ നയനെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ ഒരു മണ്ഡലകാലത്ത് നമ്മൾ ഇപ്പം 41 ദിവസത്തെ വ്രതം എടുത്ത് മലയ്ക്ക് പോകാം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ആ ഒരു കാര്യം തന്നെ അബിക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അബിയാണെങ്കിൽ മലയ്ക്ക് പോകുന്നതിൻ്റെ തലേദിവസം പോയി മാലയിട്ട് പിറ്റേ ദിവസം മലയ്ക്ക് പോകും, അങ്ങനെ ഒരാളാണ് അബി. പക്ഷെ 41 ദിവസമൊക്കെ വ്രതമെടുത്ത് മലയ്ക്ക് പോവുക എന്നുള്ളത് അബിക്ക് ഒട്ടും പറ്റാത്ത കാര്യമാണ്. അങ്ങനെ അവൻ മറ്റുള്ളവരുടെ വഴക്ക് കേൾക്കാതിരിക്കാൻ അല്ലെങ്കിൽ മുത്തശ്ശനെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ ഇങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് മണ്ഡലപൂജയ്ക്ക് ആ സമയമൊക്കെ ആകുമ്പോൾ പോയാൽ മതി, ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല, അപ്പോൾ പോയാൽ മതി, അത്രയും ദിവസവും കൂടി കുറച്ചുകൂടി ഇരിക്കട്ടെ, കുറച്ചുകൂടി നിങ്ങൾ വ്രതം പിടിച്ചോട്ടെ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അബി ആ ഒരു വ്രതം തെറ്റിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലും ആദർശന് വിശ്വാസം, താൻ എരുമേലി വഴി മല ചവിട്ടി തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ തൻ്റെ ഭാര്യയും അമ്മയും തമ്മിലുള്ള വഴക്കുകളെല്ലാം മാറും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ആദർശന്.
ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാൽ അവിടെ ഇപ്പോഴും നന്ദുവിന് ഒട്ടും പറ്റുന്നില്ല. തൻ്റെ ചേച്ചി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ തനിക്ക് മനസ്സിലെല്ലാം കൂടി ഒതുക്കി സങ്കടങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കാനായിട്ട് തനിക്ക് പറ്റുന്നില്ല. അങ്ങനെ നന്ദു അതിനെപ്പറ്റി സംസാരിക്കുകയും ഒപ്പം ഗോവിന്ദൻ കനക വന്നില്ലല്ലോ, അല്ലെങ്കിൽ ചേച്ചി ഇതുവരെയും വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവിനോട് ചോദിക്കുന്നുണ്ടോ, മോൾ എന്താ പുറത്തോട്ടൊന്നും പോകാത്തത്, പുറത്തോട്ടൊക്കെ പോയിന്ന് കറങ്ങാത്തത് എന്താ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാത്തത് എന്താ, എപ്പോഴും ഇവിടെ ചടഞ്ഞുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് എപ്പോഴും സങ്കടവും ടെൻഷനൊക്കെ എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ യാതൊരു കുഴപ്പമില്ല അച്ഛാ, എനിക്ക് അതിനെ ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല. എൻ്റെ മനസ്സിലെ ടെൻഷൻ വേറെ ഒന്നാണ്, ചേച്ചിയെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ടാണ് എൻ്റെ ടെൻഷൻ. അപ്പോൾ ഗോവിന്ദൻ എടുത്ത് ചോദിക്കുന്നുണ്ട് ചേച്ചിയെക്കുറിച്ചിട്ട് എന്താ, ചേച്ചിക്ക് എന്താ സംഭവിച്ചത് എന്ന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടെങ്കിലും അത് നന്ദു പറയാനായിട്ട് തയ്യാറായില്ല. ഉടൻ തന്നെ കനക വന്നു. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഗോവിന്ദൻ ചോദിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഗോവിന്ദൻ അങ്ങ് എണീറ്റ് പോവാണ്. ഈ സമയത്ത് കനക പറയുന്നുണ്ട്, കനകയോട് നന്ദു പറയുവാണ്, അമ്മ എന്താ അച്ഛനോട് അച്ഛനെ ഒന്ന് വിളിക്കാനായിട്ട് ചേച്ചിയോട് പറയാത്തത്, അച്ഛൻ അതിൻ്റെ സങ്കടം ഇപ്പോഴും ഉണ്ട്, ചേച്ചി ഒന്നും വിളിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛന് നല്ല സംശയം കൂട്ടാതെ നോക്കണം എന്നൊക്കെ പറയുകയും കൂടാതെ തന്നെ തൻ്റെ ചേച്ചി അവിടെ കിടക്കുന്നത് കണ്ടിട്ട് തനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോവാണ്, ഞാൻ ഹോസ്പിറ്റലിൽ എന്തായാലും പോയി നിൽക്കുവാണ് എന്ന് നന്ദു പറയുമ്പോൾ അമ്മ തടയുന്നുണ്ട്, മോള് പോകണ്ട, ഇനിയിപ്പോൾ അവിടെ പോയി നിന്നിട്ട് ഇനി അതിൻ്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുമ്പോഴും താൻ അല്ലാതെ ഇപ്പോൾ അനിയെ തേടി ഞാൻ ഒരിക്കലും പോകുന്നില്ല, അനിയോട് എനിക്ക് ഒരാളുടെ പുരുഷനെ ഭർത്താവിനെ എനിക്ക് തട്ടിയെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതൊരു പൊതുസ്ഥലമാണ്, അവിടെ അനാമികയ്ക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ അവിടെ വരാൻ പാടില്ല എന്നൊന്നും അനാമികയ്ക്ക് പറയാനുള്ള യാതൊരു വോയിസും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിരിക്കും, അതാരൊക്കെ തടഞ്ഞാലും പോകും എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് നന്ദു ഉറച്ചു നിൽക്കുന്നത്. ഈ സമയം നയനയോട് ആദർശ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയൻ ദേവയാനിയെ പോയി കണ്ടു, സംസാരിച്ചു. പക്ഷെ ദേവയാനിയുടെ മനസ്സിൽ തൻ്റെ മകൻ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനപ്പുറത്തുണ്ട്, ഞാൻ എന്തായാലും അവനെ വിളിക്കാം. എന്നാൽ നയന ഒരിക്കലും വരണ്ട. ദേവയാനിയുടെ മനസ്സിൽ ഇപ്പോഴും നയനയോട് ഉള്ള വെറുപ്പ് ഒട്ടും കുറഞ്ഞിട്ടില്ല, ആ വെറുപ്പ് കുറച്ചുകൂടി കൂടിയിട്ടേ ഉള്ളൂ. നയന ഒരിക്കലും വരരുത്, നയന വരേണ്ട ആവശ്യമില്ല, നയന ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. എന്നാൽ സത്യാവസ്ഥ തന്നോട് ജയന് തുറന്നു പറയണമെന്നുണ്ട്, നയനയാണ് നിന്നെ സഹായിച്ചത് എന്ന് പറയണമെന്നുണ്ട്. എന്നാൽ അതൊട്ടും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ജയൻ ഉള്ളത്. അങ്ങനെ ജയൻ നേരെ പോയി ആദർശിനോട് പറഞ്ഞു. ആദർശ് നേരെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വരുവാണ്. ജയനെ ഒപ്പം ഇരിക്കുന്ന സമയത്ത് തന്നെ ജയൻ പറയുന്നുണ്ട്, എന്തായാലും മോള് ഏറ്റവും ഭാഗ്യവതിയാണ്. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ നയന ജയനോട് പറയുന്നുണ്ട്, ഞാൻ ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണമെന്ന്. കാരണം അമ്മ ഇപ്പോൾ എണീറ്റ് വന്നതിന് ശേഷം തനിക്ക് കരൾ ദാനം ചെയ്ത് ആ പെൺകുട്ടിയെ കാണണമെന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരത്തില്ലേ? അതുകൊണ്ട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വെക്കണം എന്ന് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ജയൻ പറയുന്നത് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ദേവയാനിയോട് ഇപ്പോൾ ഞങ്ങൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ല, അത് ദേവയാനിയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരവസ്ഥയിൽ ദേവയാനിയോട് സത്യം തുറന്നു പറഞ്ഞാലേ മതിയാകൂ എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മോളാണ് കരൾ ദാനം ചെയ്തതെന്നും ബ്ലഡ് കൊടുത്തത് എന്നുള്ള സത്യങ്ങൾ ഞങ്ങൾ തുറന്നു പറഞ്ഞിരിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള അകലം കുറയും. പണ്ട് ആദർശ് ജനിച്ചതിന് ശേഷം ഞങ്ങൾക്കൊരു മകളും കൂടി വേണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞതാണ്. എന്നാൽ ആദർശിന് അസുഖങ്ങളൊക്കെ വന്നപ്പോൾ ഒരു കുഞ്ഞും കൂടി വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആദർശിനോടുള്ള സ്നേഹം കുറയും എന്ന് വിചാരിച്ചിട്ടാണ് ദേവയാനി ഒരിക്കലും ആദർശ് മാത്രം മതി, വേറൊരു കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാത്തത്. പക്ഷെ ഒരു പെൺകുഞ്ഞില്ലാത്ത ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു. എന്നാൽ മോളിപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പെൺകുഞ്ഞില്ല എന്നുള്ളൊരു സങ്കടം ഞങ്ങൾക്കില്ല, മറിച്ച് ഞങ്ങൾക്ക് പെൺകുഞ്ഞായിട്ട് മോളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ സത്യം പറയേണ്ടി വന്നു കഴിഞ്ഞാൽ മോളാണ് സഹായം ചെയ്തത് എന്നുള്ള സത്യം ഞങ്ങൾ തുറന്നു പറഞ്ഞിരിക്കും എന്ന് നയനയോട് ജയൻ പറയുന്നു. ഈ സമയത്ത് ആദർശ് ദേവയാനിയെ കാണാൻ പോയി, സംസാരിച്ചു. എന്നാൽ തൻ്റെ അമ്മയോടുള്ള ആ ഒരു സ്നേഹം കണ്ടപ്പോൾ അവിടെ ദേവയാനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇനി എന്തൊക്കെ സംഭവിക്കാം, എന്തായാലും നയനെക്കുറിച്ചുള്ള സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ നയനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ദേവയാനിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും?
മുമ്പത്തെക്കാളും തന്നോട് സത്യം മറച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ദേവയാനിക്ക് നയനയോടുള്ള ദേഷ്യം കൂടുമോ, വഴക്ക് കൂടുമോ, അതോ ആ ദേഷ്യവും വഴക്കും എല്ലാം കുറഞ്ഞ് അത് സ്നേഹമായിട്ട് മാറുമോ? അനാമികയുടെ ചതി പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.